പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രി ഉൾപ്പെടെയുള്ള ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ, താലൂക്ക് ആസ്ഥാനം, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭാ കാര്യാലയം ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ട ആളുകളും എത്തുന്ന സ്ഥലം കൂടിയാണ് പട്ടാമ്പി TB റോഡ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അന്ന് 40 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് അതിൻ്റെ അവകാശവാദം 1000 കോടിയിൽ ഉൾപ്പെടുത്തിയതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം 50 ലക്ഷം അതിന് പാസ്സാക്കിയെന്നും പറയുന്നുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തത് കൊണ്ടാണ് റോഡ് പണി തുടങ്ങാത്തത് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ 300 മീറ്റർ അവരുടെ കൈവശം പൈപ്പ് ഉണ്ട് എന്നും അത് അടിയന്തരമായി തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാമെന്നും അന്ന് MLA അറിയിച്ചതാണ്. അന്ന് പത്രക്കാരൊക്കെ അന്നത്തെ ആ യോഗത്തിലുണ്ടായിരുന്നതാണ്. എന്നാൽ അതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് വാട്ടർ അതോറിറ്റിയെയും അതുപോലെ തന്നെ PWDയെയും പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ഇപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. അത് 100% MLA ചെയ്യേണ്ട പ്രവൃത്തിയാണ്. BJPക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ BJP ഇന്ന് ഈ സമരത്തിൻ്റെ കൂട്ടത്തിൽ ഈ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ടത് നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിതമായ മറ്റൊരു ശ്രമം കൂടിയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് MLA ശ്മശാനത്തിൻ്റെ തീയതി വൈകുന്നത് നഗരസഭയാണെന്ന് ആക്ഷേപിക്കുന്നു, മറുഭാഗത്ത് BJP MLA ചെയ്യേണ്ട പ്രവൃത്തി വൈകിപ്പിക്കുന്നത് നഗരസഭയാണെന്ന് ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഒരു ഡീലായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ കാണാൻ സാധിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.